ട്രെയിൻ യാത്രക്കിടയിൽ സൗഹൃദം സ്ഥാപിച്ച യുവാവ് വീട്ടിലെത്തി വൃദ്ധ ദമ്പതികളിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. നാവികസേന ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് പരിചയപ്പെട്ട പ്രതി ജ്യൂസും ഗുളികകളും നൽകിയാണ് കവർച്ച നടത്തിയത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശികളായ വൃദ്ധ ദമ്പതികളാണ് ഈ കവർച്ചക്കിരകളായത്. കോട്ടപ്പുറം സ്വദേശി ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയുമാണ് കവർച്ചക്കിരയായത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയുടെ ചികിത്സയ്ക്ക് ചന്ദ്രനും ഭാര്യയും കൊട്ടാരക്കരയിൽ പോയി മടങ്ങും വഴിയാണ് യുവാവ് സൗഹൃദം സ്ഥാപിച്ചത്. നാവികസേന ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി ഇരുവർക്കും ട്രെയിനിൽ സീറ്റ് തരപ്പെടുത്തി. പിന്നീടൊപ്പമിരുന്ന് കാര്യമന്വേഷിച്ചു. മുട്ടുവേദനയ്ക്ക് നാവികസേന ആശുപത്രിയിൽ ചിലവ് കുറവാണെന്നും താൻ തരപ്പെടുത്താമെന്നും വിശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം എല്ലാം ശരിയായെന്നും ചികിത്സയുടെ രേഖകൾ ശേഖരിക്കാൻ വീട്ടിൽ വരാമെന്നും പറഞ്ഞ് ഫോൺ ചെയ്തു. ബുധനാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ യുവാവ് താൻ കൊണ്ടുവന്ന പഴങ്ങൾ ഉപയോഗിച്ച് സ്വയം ജ്യൂസ് തയ്യാറാക്കി ഇരുവർക്കും നൽകി. തൊട്ടുപിന്നാലെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടപ്പോൾ ഗ്യാസിന്റെയാണെന്ന് പറഞ്ഞ് രണ്ടുപേർക്കും ഗുളികയും നൽകി. ഇതോടെ ഇരുവരും മയങ്ങി വീഴുകയും കവർച്ച നടത്തിയ യുവാവ് സ്ഥലം വിടുകയുമായിരുന്നു. 6 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പ്രതി കവർന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് സ്വന്തം മക്കൾ പറയുന്ന മാതിരിയുള്ള സംസാരങ്ങളായിരുന്നു. മക്കൾ പോലും ഇത്ര ക്ലിയറായിട്ട് പറയില്ല. അത്രയും സ്നേഹിച്ചിട്ടും അത്രയും തൊഴിലില്ല ആൾക്ക് നല്ല സൗമ്യയോട് കൂടിയ വർത്തമാനങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളത് കാശില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള കാശുണ്ട്. എനിക്ക് 1,07,000 രൂപ ശമ്പളമുണ്ട് മാസത്തിൽ. എനിക്ക് വലിയ ചിലവൊന്നുമില്ല. ഞാൻ കുറഞ്ഞ കാശ് എടുത്തിട്ടുള്ളൂ. ബാക്കി കാശ് കംപ്ലീറ്റ് ബാങ്ക് കിടക്കുകയാണ്. അതിനെടുത്ത് ഞാൻ ചിലവാക്കി നിങ്ങളെ കാലിൻ്റെ അസുഖം മാറ്റി തരുന്നു പറഞ്ഞു. ഞാനത് നേരാണെന്ന് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പൈസ ചിലവാക്കിയാലും പൈസ ചിലവാക്കിക്കോളാം, കുഴപ്പമില്ല ഞാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കടം വാങ്ങിയിട്ട് ഞാൻ ചെയ്തോളാം, നിങ്ങൾ അതിന് സൗകര്യം ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിന് കുഴപ്പമില്ല, ഞാൻ അതിനുവേണ്ടി അന്വേഷിക്കുക, ഡോക്ടറോട് ചോദിച്ചിട്ട് വിവരം പറയാം എന്ന് പറഞ്ഞാണ് വന്നത്. ബോധം തെളിഞ്ഞപ്പോഴാണ് ചതി മനസ്സിലായത്. തുടർന്ന് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, മലപ്പുറം.